കണ്ട കണ്ട അവളെ പോയേക്കുവാണ്. അവളുള്ള തലവറിച്ച ഫ്രണ്ട്സും. അവളാണെങ്കിൽ ഷോ ആണ്, പണ്ടേ പട്ടി ഷോ. അതെ, ഇത് ഞാൻ വോയിസ് അയച്ചാൽ ശരിയാണ്. ഞാൻ തന്നെ ഇപ്പോൾ വിളിക്കാം. ഞാനെന്താണ് വല്ല വലിഞ്ഞേറിയെന്നാണ്. കാണാൻ തോന്നുന്നുണ്ട് എന്നെഞ്ചം തീയായി പൊള്ളുന്നുണ്ട്. ആരെയാ കാണാൻ തോന്നുന്നത്? നിന്നെ അല്ലാണ്ടാര്? പിന്നെ എപ്പോഴും കൂടി നടക്കണ എന്നെയാണോ? എന്നാലും അല്ല, ഇത് പതിവില്ലാതെ എന്ത് പറ്റി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായിട്ട്? ഒന്നും പറ്റിയില്ല. ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് സെറ്റായപ്പോഴേ നിന്നെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത പോലെ ഒരു തോന്നൽ. അതിപ്പോ ആർക്കാ ജീവിക്കാനൊക്കെ സമയമുള്ളത്? ശരിയല്ലേ? ആ പിന്നെ നമ്മുടെ സിദ്ധാർത്ഥ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരിപ്പോ മണാലിൽ അടിച്ച് പൊളിക്കുന്നു. എനിക്ക് ചേച്ചി ഫോട്ടോ അയച്ചു തന്നിരുന്നു. അവരിപ്പോ നല്ല ഹാപ്പി ആണെന്നല്ലേ? നമ്മളൊന്ന് റിപ്പയർ ചെയ്തെടുത്ത പിന്നെ അവർ അടിപൊളിയായി. പിന്നല്ലാതെ എത്ര നാളെ ഒന്ന് പുറത്തു പോയിട്ട്. രാവിലെ തുടങ്ങും ഓട്ടം. ഓഫീസിൽ പോയാൽ അവിടുത്തെ പ്രശ്നം, വീട്ടിൽ വന്നാൽ അവിടുത്തെ പ്രശ്നം. ഇതൊന്നും ഇല്ലാതൊരു ലൈഫില്ല. നമുക്ക് കിട്ടും ഒരു ലൈഫ്, പക്ഷെ നമ്മളും കൂടി വിചാരിക്കണം. അതുകൊണ്ടാണ് ഞാനൊരു വഴി കണ്ടെത്തിയിരിക്കുന്നത്. എന്ത് വഴി? ഇന്നലെ സാർ എന്നോട് ചോദിച്ചില്ലേ കൂട്ടുകാരോട് എന്താ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേന്ന്? ട്രിപ്പ് ഓഫ് ഫ്രീഡം, അഥവാ സ്വാതന്ത്ര്യത്തിന്റെ യാത്ര. കല്യാണം കഴിഞ്ഞ് ലൈഫിൽ ഒരു ചേഞ്ചും ഇല്ലാതെ യന്ത്രം പോലെ ജീവിക്കുന്ന കുറച്ച് പെൺകുട്ടികൾ, സ്ത്രീകൾ, അവർ നടത്തുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൾ ഇന്ത്യ ട്രാവൽ, അഥവാ ഒരു ട്രാവൽ സീരീസ്. ഇതിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തണം, സമത്വം നിലനിർത്തണം എന്നുകൂടി ഞങ്ങൾക്ക് ഉദ്ദേശമുണ്ട്. ഞാനും കൃഷ്ണയും ഐഷുവും ഒക്കെ ഇതിൽ പങ്കാളികളാണ്. അനിയഞ്ചക്കൻ ബൈക്കിൽ നിന്ന് ഹോസ്പിറ്റലിൽ സ്റ്റീലിട്ട് കിടന്നിട്ട് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ പോയിട്ട് എടാ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലടാ, നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞപ്പോ കരഞ്ഞ് മോങ്ങിയ നീയാണ് ഈ പറയണത്. അന്നാ കാലമാണ് കിടന്ന കിടപ്പി തിന്നിർത്ത പൊറോട്ടയുടെ എണ്ണം കണ്ട് ഞാൻ ഞെട്ടല്. പക്ഷെ അതൊക്കെ പഴയ കാര്യമല്ലേ, കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ? എന്നിട്ട് ഞങ്ങൾ ഇതെല്ലാം നല്ലൊരു ഒന്നാമതൊരു ഐഫോണിൽ ഷൂട്ട് ചെയ്യും, എന്നിട്ട് യൂട്യൂബിലിടും. ചാനലൊക്കെ ഞങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അല്ല അപ്പൊ നിന്റെ ജോലിയാ? ലോങ് ലീവിന് അപ്ലൈ ചെയ്യും. അപ്രൂവ് ആയില്ലെങ്കിൽ അപ്പൊ നോക്കാം. അല്ല അപ്പൊ ഗാന്ധിയ അതിനെന്ത് ചെയ്യും? എന്റെ പേരിൽ ഒരു FD എടുക്കുന്ന കാര്യം സാറ് മറന്നോ? അതിൽ നിന്ന് പൈസ എടുക്കും. പിന്നെ ഞങ്ങളൊന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോൺസേഴ്സ് വരില്ലേ? സ്പോൺസേഴ്സ്. അതുമല്ല ഈ 24th ഞങ്ങൾ ഫ്ലാഗ് ഓഫ് വെച്ചിട്ടുണ്ട്. സെറ്റാണ്. ഞാൻ എന്നാ പോയി ബാക്കി പ്ലാൻ ചെയ്തിട്ട് മോനെ. വിശ്വാസം എല്ലാം കരുതി കൂട്ടുള്ള കളിയാണ്. കർത്താവേ എന്ത് കുടിച്ചാണോ വരാൻ പോണെന്നാവോ. ബാക്കുള്ള കൊച്ചിക്കപ്പുറം കണ്ട കാലം മറന്നു. സാറേ ഇതിൻ്റെ അകത്ത് ഏത് വീടാ? ആ ഓക്കെ, കണ്ടു ഓക്കെ. ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നീ വിശന്നിരിക്കുമ്പോ. അടി ഞാൻ പൊറോട്ടയും ബീഫും കൊണ്ടുവരും. മൈൻഡൊന്നുമില്ലല്ലോ. ഓ, ഇവിടെ നിന്ന് പോയിട്ട് ആദ്യം ബാംഗ്ലൂർ ആണല്ലേ സ്റ്റേ? അവിടെ ഒരു ഡെലിവരി. അവിടുന്ന് പിന്നെ ഹൈദരാബാദോ? എന്നിട്ട് അത് സാരില്ല. ഇതൊക്കെ ഒരു സ്പിരിറ്റ് അല്ലേ? എനിക്ക് എന്തായാലും കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അടി ഞാൻ വിളിക്കാം. അതെ, ഞാൻ തുറന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഇടയിൽ എനിക്ക് ഇച്ചിരി സ്ഥലം തരുമോ? ഞാൻ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നോളാം. വേണമെങ്കിൽ വണ്ടി ഓടിച്ചോളാം. നമുക്ക് മറ്റേ സുജിത് ഭക്തിനെ പോലെ അടിച്ചു പൊളിച്ച് പോയിട്ട് വരാന്നേ ഫാമിലി ആയിട്ട്. അയ്യോ വേണ്ട. എന്നിട്ടോടെ ഇനി അടുത്ത ആളെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് അതും തലയിൽ പൊക്കി പൊടിച്ചുകൊണ്ട് നടക്കാൻ. താടി പോയത് ഓർക്കണ്ടല്ലോ. താടിയിൽ തൊട്ടിഞ്ഞ് നിന്റെ മുടി ഞാൻ ഓടുന്നു. എന്തായാലും ഞങ്ങൾ പോയിക്കോളാം. രണ്ട് പൊറോട്ടയിൽ നിന്ന് സീറ്റ് ഒപ്പിക്കാൻ നോക്കണ്ട. ഞാൻ നിനക്ക് സ്നേഹം കൊണ്ട് മേടിച്ചതല്ലേ. അയ്യോ നല്ല പൊറോട്ടയും കിട്ടില്ല. BDF
അല്ലാത്തൊരു ക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ. തൽക്കാലം പുറത്തുനിന്നുള്ളതൊന്നും കഴിക്കണ്ടില്ല. അറിയാം അറിയാം ഇല്ല. ആ വേ 1 ഇല്ല 2 വേ 3 ഉണ്ട്. 4 ഡോർ എന്താ ആളെ കളിയാക്കിയാണ്. കൊറോണ സൂക്ഷിക്കേ. സോറി ബേബിച്ച, ഞാൻ എപ്പോഴും ഒരുപാട് കളിയാക്കാറുണ്ട്. അത് കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ലൈഫിലൊരു ഓളം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ വെറുതെ മസിൽ പിടിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളേ? സോറി. നീ ഇതുവരെ ചോദിച്ചിട്ടില്ല എന്തിനെങ്കിലും ഞാൻ തടസ്സം നിന്നിട്ടുണ്ടോ? നിനക്ക് നിന്റെ സ്വന്തം ഇഷ്ടത്തിന് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, പറ്റണം എന്നാണ് എനിക്കും. 1 മാസം എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സുജിത് ഭക്തനെ പോലെ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോലെ. ജോ, ഐ ലവ് യു. നീ ഇപ്പം ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞായിരുന്ന? മമ്മിയോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജോയിയോടൊന്ന് സൂചിപ്പിച്ചു. ജോയിനോടാ? ഇതറിഞ്ഞപ്പോ അവൻ ഇങ്ങോട്ട് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ വരില്ലായിരിക്കും. ഇല്ല. ചേച്ചേ ചേച്ചേ വന്നു. അയ്യോ ഇവിടെ ആരുമില്ലേ ചേച്ചേ? എന്റെ ചേച്ചി ഒന്നും പറയണ്ട. ചേച്ചി വിളിച്ചത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഒട്ടും വെള്ളം കുടിച്ചിട്ടുണ്ട്. അല്ല, കുടിച്ചിറക്കിയിട്ട് വന്നു. ഇറക്കാം. പിന്നെ ഇനി മഴയും പെയ്തു. എന്നിട്ട് ഞാൻ ആ കവലപ്പുറം വരെ മഴ തന്നെയാണ് നടന്നത് തോന്നുന്നു. അതെ, കൂടെ ഉണ്ടായില്ലേ? ഇല്ലല്ലോ, നമുക്കതിൽ വണ്ടിയില്ല. ഉള്ള ഒരെണ്ണത്തിലാണ് വീട്ടുകാരിട്ട് തൊടാനും സമ്മതിക്കില്ല. അത്രയ്ക്ക് നല്ല കയ്യിലിരിപ്പല്ലേ. അതിന്റെ ബുള്ളറ്റ് എന്തി തൂക്കിവിറ്റാ? ബുള്ളറ്റിന്റെ അതൊരു ഫ്രണ്ട് ഉണ്ടായിക്കോടാ. ഫ്രണ്ടാ? അതും ബുള്ളറ്റ് കൊടുത്താൽ മാത്രം അത്തോടൊപ്പമുള്ള ഫ്രണ്ട് ആരാ ഇവിടെ? സിദ്ധാർത്ഥയുടെ കയ്യിലാണ്. പുള്ളി കൊണ്ടുപോയിക്കണ വണ്ടി. സിദ്ധാർത്ഥ? ഓ, മറ്റേ കണക്കപ്പിള്ള കുറച്ചാളുമ്പോ ഇവിടെ നിന്ന് താമസിച്ച ആ പുള്ളിയല്ലേ? അതന്നെ. കുത്തി കുത്തി ചോദിക്കണെന്തിനാണ്? പുള്ളിക്ക് ബോറടിച്ചപ്പോ കൊണ്ടുപോയതാണ്. സമയമാകുമ്പോ കൊണ്ടുവന്നോളൂ. കൊണ്ടുവന്നാ മതി. ആന്തിലാവട്ടെ. അതെ ചേച്ചി, നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ആണട്ടാ. ഇത് നമുക്ക് ആഘോഷിക്കാം. എന്നിട്ട് നീ എനിക്ക് എന്തൊക്കെ കൊണ്ടുവന്നു? മമ്മി ഷെയർലാൻഡ് ഉണ്ടാക്കിയ ലഡും ജിലേബിയൊക്കെ തന്നിട്ടായിരുന്നു. എന്നിട്ട് ഇവിടെ അത് കൂടുതലായിരുന്നു. നീ അത് കഴിച്ചാൽ നിനക്ക് ഈ മേലത്തെ കഴിക്കാൻ പാടില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ തന്നെ പറ്റിയിരുന്നു കഴിച്ചു തീർത്തു. അയ്യോ, മുഴുവൻ കഴിച്ചോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല അവനോട് പൊട്ടി സാരില്ല, അവൻ കുഞ്ഞല്ലേ. കുഞ്ഞ നല്ല കുഞ്ഞ മുതല കുഞ്ഞ്. ഇതാണ് മുയർന്ന വെറുതെ എന്നെ തന്നെ കാണാൻ അടിപൊളിയായിരിക്കണേ. ഡാഡി മമ്മി അടുത്ത ആഴ്ച വല്ലതും വരുമായിരിക്കും.
ഇനി ആകെ വിസിറ്റ് പ്രതീക്ഷിക്കാതെ സിദ്ധാർത്ഥനോടെയും തിരിച്ചെടുക്കുവാണ്. അവര് തിരിച്ചു വന്നില്ലേ? ഞാൻ കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ കിട്ടിയില്ല. വോയിസ് ഇട്ടായിരുന്നു. അപ്പൊ അതിന് റിപ്ലൈ ആയിട്ട് കുറെ ഹാർട്ടും കൺഗ്രാക്ഷനും പിന്നെ ഒരു ഓന്റെ വെയിൻ കിട്ടിയിട്ടുണ്ട്. എന്തുണ്ട് ആളിന്റെ ആത്മകഥ എന്തുകൊണ്ടത്? ഐ ലവ് യു നിത്യ. നിത്യ, ഐ ലവ് യു നിത്യ. ചേച്ചി ഈ അതിന്റെ വൃത്തിയായിട്ടാണ് ഞാൻ അറിഞ്ഞില്ല. ഏതോ പെണ്ണെ പറ്റി വാരിക്കൂരി പൂർത്തി ചെയ്ത് വെച്ചേക്കാം. ചേച്ചി ഇത് കണ്ട? ഒന്ന് പോടേക്ക, ഇതൊന്നും തിരിച്ചു വരാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ആ ഞാനത് പൂട്ടി വെക്കാൻ മറന്നുപോയി. നീ മുഴുവൻ വായിച്ചാ? എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് വായിക്കേണ്ട അത്ര ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഇനി സാറില്ല, ഞാൻ മേടിച്ചു പോയി. ജോ നീ ഇത് എവിടെയും കൂടി സേഫ് ആയിട്ടൊന്ന് വെച്ച്. ജോയ്മോൻ എനിക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് ഞാനിത് ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു. പോടി ചേച്ചി. ആ ഐഡിയനെ കുറിച്ച് മറവിടില്ല, അതുകൊണ്ട് കൈയോടെ കൊണ്ടുപോയി വെച്ചോ. അതെ അതെ, നീ പോയി കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വാ, ലിസ്റ്റ് ഞാൻ മെസ്സേജ് അയക്കാം. ഹലോ, ചേച്ചി പറഞ്ഞ കേട്ടല്ല, സാധനങ്ങൾ വാങ്ങാൻ. ആ കേട്ടു, പോയി വാങ്ങിച്ചോ. എൻ്റെ ക്യാഷ് ആയിട്ടില്ല. അളീനി ഊള വർത്തനം പറയുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ നമ്പറിലേക്ക് സെൻഡ് ആവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ? അങ്ങനെ ഇപ്പം വേണ്ട, വിളിക്കണ്ട. അതെന്തേ ഇപ്പം എൻ്റെ കോഡ് ഉണ്ടാ, ഇത് സ്കാൻ ചെയ്ത് ഇട്ടാൽ മതി. ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചെടുത്താ. എന്നിട്ട് ഇതും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. ബ്രോ, പുതിയ ഹെയർ സ്റ്റൈൽ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ട് പേടിച്ച് കാണാം. ഇത് ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ അവിടെ ഒരു പാർട്ടി സ്റ്റൈലാക്കി തന്നതാ. ചേച്ചി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളൊക്കെ ഇവിടെ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്താ നീനാ ജോയ്മോൻ? കൊള്ളാം, ആരെ പരിചയപ്പെടുന്നത്? ഞാൻ പണ്ടത് തൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി ജോയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇയാൾ ഇന്ന് ബഹളമായിരുന്നു. അതെ, ആക്ച്വലി എൻ്റെ നെയിം ജോയ് എന്നല്ല, ജോയ് എന്നാണ്. ഓ, പിന്നെ ബുള്ളറ്റിന് വേറെ കുഴപ്പമൊന്നുമില്ലോ അല്ലേ? കുറച്ച് ഡേയ്സാണ് ഞാൻ കണ്ടിട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ, കണ്ടീഷനല്ലേ? എന്തായാലും ടോട്ടൽ ലോസ് ആക്കി കാലിൽ സ്റ്റീലിൻ്റെ അവസ്ഥ ഉണ്ടായിട്ടില്ല. ആദ്യം തൊട്ടാ നിന്നെ ഞാൻ ശരിയാക്കേണ്ട ജോം പോണേ. ചേച്ചിക്ക് വയ്യെന്നതിന് ഇവിടെ പോയി കുടിക്കാൻ കിട്ടുന്നു. ചൊല്ലി പോയിക്ക്. ഹേയ് ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ അല്ലേ നിത്യ? പിന്നെ ഫോർമാലിറ്റി, ഇത് വിടാറായില്ലേ ബ്രോക്ക്? എങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് പോവാം. അത് നല്ലൊരു ഐഡിയ ആണ് ചേച്ചി, വാ നമുക്ക് എല്ലാവരും കൂടി പോവാം. അപ്പം ഇതാണ് നിത്യ. അപ്പം പുസ്തകം കണക്ക് ആയിരുന്നു. അല്ലെങ്കിൽ അലിയിൽ എത്ര വൃത്തിയായിട്ട് ഇതാണെന്ന് അറിയാൻ പാടില്ല. സ്വന്തം ഭാര്യയോട് പറയാനുള്ള സീക്രട്ട് ഒരു പുസ്തകത്തിൽ എഴുതി സുഖം കൊള്ളുന്നൊരു പോങ്ങൻ. പക്ഷേ കണക്കപ്പിള്ളയിൽ കാശുണ്ട്. അളിയനും ജോലി വാങ്ങി കൊടുത്തത് കണക്കപ്പിള്ള. അങ്ങനെയാണെങ്കിൽ ഡയറി വെച്ചൊരു കളി കളിച്ചാൽ ഒന്നെങ്കിൽ കുറച്ച് കാശ് അല്ലെങ്കിൽ ഒരു ജോലി. ദൈവമായിട്ടപ്പം ചേച്ചിക്ക് കൃപയാണെന്ന് തോന്നിയത്. എൻ്റെ ദൈവമേ, അനിയനോടെ കണ്ടില്ല വിളിയാണ്. അത് കുഴപ്പമില്ല, അവൻ വന്നോളൂ. പിന്നെ ട്രിപ്പൊക്കെ എങ്ങനെയുണ്ടായി? ആ നന്നായിരുന്നു, കുറെ കറങ്ങി നടന്നു, നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങളും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. ആ, ദേ തള്ളു. ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി രണ്ടും പ്ലാൻ ചെയ്തു. അപ്പോഴാണ് ഇതറിയുന്നത്. നമുക്കിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സന്തോഷം കിട്ടുമ്പോഴല്ലേ ഒരു രസം ഉണ്ടാവും. ഡയറിയിൽ ഇങ്ങനെ ഒരു വരി കണ്ടില്ലല്ലോ. ഡയറി ഇപ്പം ഒന്നും എഴുതാറില്ല. ഞാൻ പറയാൻ വന്നത്, ഞങ്ങൾ ട്രിപ്പ് പോണ മുമ്പ് ഞാൻ കുറച്ച് പ്രശ്നമുണ്ടായി. ഞങ്ങളൊരു ലക്ഷറി കമ്പനി പറ്റിച്ചു. അവരുടെ മെമ്പർ ആകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ കാശും തട്ടി. എന്നിട്ട് അവർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്.
ഞാൻ കുറേ മെയിലൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അയച്ചു നോക്കി, പക്ഷേ അതുകൊണ്ട് യൂസ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇവളുടെ കുറച്ച് കോൺടാക്ട്സ് വെച്ചും ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ക്യാഷ് ചെയ്ത് വെച്ച് ക്യാഷ് എന്ന് പറയുമ്പോൾ 2 lakhs പോയി. 2 ലക്ഷമോ? കർത്താവേ, 2 ലക്ഷമോ? ഓ, യാതെങ്ങനെ സഹിക്കണം. ആക്ച്വലി അത് പ്രീപെയ്ഡ് ആയിട്ട് ചെയ്തതായിരുന്നു. പൈസ മൊത്തം കൊടുത്തുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആകെ മൊത്തം സ്റ്റക്കായി. ഇതാണോ ബ്രോ വീണ് കിട്ടിയ സന്തോഷം എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പഴയ ഫ്രണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിച്ചത്. പുള്ളിക്കാരൻ ഒരു 3 വർഷം മുമ്പ് എന്നോട് കുറച്ച് കാശ് ഇങ്ങനെ മേടിച്ചായിരുന്നു ഒരു മെഡിക്കൽ കേസിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് പെട്ടെന്ന് ആ കാശ് എന്തോ കാര്യമായിട്ട് പുള്ളിക്ക് അറേഞ്ച്ഡായി. അതുകൊണ്ട് എനിക്ക് തിരിച്ചു തന്നു. അത് ആക്ച്വലി ഈ പോയ 2 lakhs മുകളിലുണ്ടായി. അപ്രതീക്ഷിതമായിട്ടൊരു സന്തോഷം കിട്ടി ഞങ്ങളെപ്പോലെ അല്ലേ? അല്ല, നിങ്ങൾക്ക് പ്ലാനൊന്നുമില്ലേ? ഞങ്ങളൊന്ന് ജീവിച്ചു തുടങ്ങട്ടോ. ഇവിടെ പോക്കറ്റിൽ നിന്ന് ഒരു 10 എടുക്കാന്ന് വെച്ചാൽ പോക്കറ്റ് പോലുമില്ല. ഇയാളെങ്ങനെ വീഴ്ത്തണം. അതിനൊരു മതി മറ്റൊരു പരിപാടി എനിക്ക് എടുത്തിട്ടാ. എന്താണ്? എനിക്ക് നേരത്തെ ഒരു ഉറക്ക ശീലമെന്ന് അറിയാലോ ഇതിന്. അതിന് അതിനാ അവരാ മുറിവ് കിടക്കണം, ഞാൻ മുറിവ് കിടക്കണേ. അവരാണെങ്കിൽ AC ഒക്കെ ഉണ്ടായിരുന്നു. ആ കുഴിയും കൂടി കിടക്കാന്ന് വെച്ചപ്പോ കിടക്കണേ അവിടെ. എന്റെ ജോലി മോനെ, വീട്ടിൽ ഇത്ര സ്ഥലമുള്ളത് നിനക്ക് അറിയാലോ. എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് വരില്ല, എനിക്ക് ആ മുറി തന്നെ വേണം. എടാ, അവരുടെ മുറിയാണത്. അവർ വന്ന് അവിടെ കിടക്കാറുള്ളൂ. അങ്ങനെ ശരിയാവണേ. നീ ഞങ്ങളുടെ അടുക്കറി കിടക്കണം. അല്ല പിന്നെ എവിടെയെങ്കിലും പോയി കിടക്കടാ. കടപ്പാടോ പോയി കിട്ടി. കണക്ക് പിള്ളേരെ ചാറ്റിയിടാൻ ചേച്ചി വിചാരിച്ച നടക്കുന്നുണ്ടോ? നോക്കി വയ്ക്കാലോ. സോറി. ഞാനൊരു ഭാഗ്യം കെട്ടമാണ് ചേച്ചി. ഏ ഭാഗ്യം കെട്ടാൻ സപ്രീതി പാസ്സാർക്കൊക്കെ ഈ നാട്ടിൽ പുല്ല് വിലയുള്ളൂ. 23 വയസ്സുള്ള ഞാൻ ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. എവിടെ ചെന്നാലും തെറി, പുച്ഛം, ആട്ട്, തുപ്പ്. അളിയനെ കണക്കപ്പിള്ള അല്ല സിദ്ധാർത്ഥ സാർ അളിയനൊരു ജോലി തരപ്പെടുത്തി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ ആയുരാൽ എന്തൊരു നല്ല മനുഷ്യൻ വെച്ചാൽ അദ്ദേഹം. എത്ര നല്ല മനസ്സുള്ള അദ്ദേഹം എനിക്കും ഒരു ജോലി തരപ്പെടുത്തി തന്നാൽ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ സാധിക്കില്ല. ഇതൊരു ഭാഗ്യത്തോടെ ചേച്ചി ഭാഗ്യവതി. തനിക്ക് ഓർമ്മയുണ്ടോ, ഒരു 6-7 മാസം മുമ്പ് ഞാനിവിടെ കാട്ടിക്കൂട്ടി കുറെ കോപ്രായങ്ങൾ. അതൊക്കെ എന്തിനായിരുന്നു? എനിക്കും അറിയില്ല ഇപ്പം. പക്ഷെ ഇവിടെ വരെ വരേണ്ടി വന്നു. എല്ലാം ഒന്ന് അടുത്തറിയാൻ, തന്നെ അടുത്തറിയാൻ. എനിക്ക് വാശിയായിരുന്നു ഉള്ളിലുള്ള സ്നേഹമൊക്കെ പുറത്തുകൊണ്ട് വരാൻ. എനിക്ക് അവരോട് ഇപ്പം എല്ലാം തുറന്നു പറയാം. വാ ഇപ്പോഴും വാ. ഞാൻ നിങ്ങളോടൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞങ്ങൾ നേരത്തെ ഈ മുറി കയറിയപ്പോൾ അറിയാണ്ട് കുറച്ച് പഴയ കാര്യം ഓർത്തുപോയി. ഈ വീട്ടിൽ വെച്ച് ഞാൻ മുമ്പ് 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് എൻ്റെ ഭാര്യയുടെ മുമ്പിലും, പിന്നെ ഭാര്യയുടെ കൂടെ
നിങ്ങളുടെ രണ്ടുപേരുടെ മുമ്പിൽ. പിന്നീട് മനസ്സിലായത് അന്ന് കണ്ണീരിനൊപ്പം ഒഴുകിപ്പോയത് അനാവശ്യമായിട്ടുള്ള എൻ്റെ കുറച്ച് കോംപ്ലക്സ് ആണ്. എൻ്റെ ഭാര്യയുടെ സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യം വന്നു. ഏട്ടൻ എൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു ഇവിടെ വരുന്നത് വരെ. ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് അറിയില്ല എന്നോട് ഇങ്ങനെയെന്ന് കുറേ വട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ പോലും അറിയുന്ന ആൾക്കാർ വരെ ഏട്ടനെ കളിയാക്കുമായിരുന്നു. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ കാരണം എനിക്ക് എൻ്റെ സന്തോഷമാണ് തിരിച്ചു കിട്ടിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞങ്ങളൊന്ന് ജീവിച്ച് തുടങ്ങട്ടെ എന്ന്, അല്ലേ? താങ്ക് യു വെരി മച്ച് ബേബി ആൻജോ. ഇതെന്ത് ബിഗ് ബോസ് പരിപാടി വല്ലതാണ്? കണക്കപ്പിള്ളും ചേച്ചി ഇമോഷനിലല്ല. ഇവർ ഇത്രയ്ക്ക് ലോല ഹൃദയരായിരുന്ന. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണക്കപ്പിള്ളിനെ ചാക്കിയെടുക്കാനായിട്ട് പൈ. എന്തായാലും ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് എത്ര ലൈവായിട്ടൊരു നന്ദി കിട്ടണേ. ശരിയാ, എനിക്കും അതെ. നമ്മളപ്പോ വലിയ പുള്ളികളാണല്ലേ ചോ. നമ്മളല്ല, ഞാൻ അല്ല, ഞങ്ങൾ തന്നെ ഇതിൽ കൂട്ടില്ല. ഓ പിന്നെ ഞാൻ ആലോചിക്കണ്ടേ, അവർ ഈ രീതിയിലാണ് പ്രേമെങ്കിൽ അധികം വൈകാതെ തന്നെ സെറ്റാകും. ഓ അതെ, ഈ ഓണത്തിന് കണിയുടെ സെറ്റാക്കണ്ടേ? എനിക്ക് വയ്യ ചോ, നീ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഇതിലൊന്നും കാണാനില്ല. കിട്ടിയാ? കിട്ടിയതല്ലേ കയ്യിലിരിക്കുന്നത്, നോക്കട്ടെ. എങ്ങനെയുണ്ട്? അവക്ക് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ RBC കൗണ്ടാണോ? കുഴപ്പം മൊത്തം എനിക്കാണ് ഇപ്പോൾ. അതിനെന്താ സുഖം? അസുഖമൊന്നുമില്ല, പൊടോട്ടി. കൊളസ്ട്രോൾ ആണെങ്കിൽ ബോർഡർ ലെവലിൽ കുറച്ച് കയറിയാ നിൽക്കുന്നത്. കൺട്രോൾ ചെയ്തില്ലെങ്കിൽ സീനാവും. ഓഫീസിലാണെങ്കിൽ ഇരിപ്പ് തന്നെയല്ലേ, പിന്നെ മുടിഞ്ഞ് തീറ്റി. കൊളസ്ട്രോൾ കൂടി കഴിഞ്ഞാൽ അറ്റൊക്കെ റൂട്ടാ, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉറപ്പാണ്. ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരിക്കും ഇതൊക്കെ തന്നെ. അളിനെ കാര്യം കിടന്നു പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നു ഒരു ബാത്റൂമിൽ പോലും പോകാൻ ഒന്നും മിണ്ടാതിരിയടാ, ശ്രദ്ധിച്ചാ പോരെ, ഞാൻ നോക്കിക്കോളാം. ശ്രദ്ധിച്ചാ മതി. വാ പോവാ. ഇത് ഞാൻ പിടിക്കാം അല്ലേ? ഇരുന്ന് കോപ്രായം കാണിക്കണം, എന്തെങ്കിലും പറയണ്ടേ പറയടാ. അളിയ എനിക്കൊട്ടൊരു സുഖമില്ല, ഭയങ്കര ടെൻഷനാണ്. ടെൻഷനാ? അതോടെ ഡേറ്റ് എടുത്ത് കയറായിട്ടിരിക്കല്ലേ. എന്തായാലും നിന്നേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കുണ്ട്. പോരാത്തത് ഇപ്പൊ കൊളസ്ട്രോളും. ഇതല്ല, ഇത് വേറെ കേസാണ്. കേസാ? സ്വന്തമായിട്ട് കേസൊക്കെ ഉണ്ടോ നിനക്ക്? ഇതൊരു ലവ് കേസാണ്. ലവ് കേസാ? അതെ, പറയുന്നുണ്ടെന്ന് തോന്നരുത്. എടാ നാറി നാറി നാറി, സ്വന്തമായിട്ടൊരു പ്രേമം ഉണ്ടായിരുന്നോ പരമ നാറി കളിയാ. അന്ന് ഞാൻ പെണ്ണ് ചോദിക്കാനായിട്ട് ആ മാനിനെ കൂട്ടി വീട്ടിലേക്ക് വന്നപ്പോ ഒരുമാതിരി പട്ടി ചോർക്കിയത്. എന്റെ കാര്യം വിട്, അങ്ങേരോട് നീ വെച്ച് കാച്ചുന്നുണ്ടായിരുന്നല്ലോ. പെങ്ങളോട് നിന്ന് കൊണ്ടുപോകാൻ പറ്റൂല, മാങ്ങാ തൊലി തേങ്ങാ കൊല എന്നൊക്കെ. തന്ത പറയുന്നത് പോട്ടെ, തന്തേനെ കടത്തി വിട്ടും ചെക്കൻ. എടാ അന്നേ ഞാൻ കാത്തിരിക്കരുത് ഇതേപോലെ അവസരം എനിക്ക് കിട്ടാനായിട്ട്. എന്തിനാ നാറി, നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ വായനെന്താ പഴ? പിന്നെ സ്വന്തം മകളെ പെണ്ണ് വെച്ച് വരുമ്പോ കുറച്ചൊക്കെ പട്ടിഷോത്ത് ഏതാ നീനുള്ളേ? പിന്നെ അങ്ങോട്ട് കൈപിടിച്ചാൽ കൊടുക്കാൻ പറ്റുമോ പന്നോർക്ക് പോണവർക്കൊക്കെ? ഈ പള്ളി എന്തോരം കേൾക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ഞാൻ നിസ്സഹായനാണ് അളിയ. അളിന് മാത്രമേ എന്നെ ഇതിൽ സഹായിക്കാൻ പറ്റുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് അളിന് മാത്രമേ ഉള്ളൂ. ഓഹോ, അപ്പൊ എക്സ്പേർട്ട് അഡ്വൈസ് ആണ് ഉദ്ദേശം. എന്താ സംഭവം, കേക്കട്ടെ. അത് എനിക്കൊരുത്തിന് ഇഷ്ടമാണ് അളിയ. ഒരു പാലക്കാരി പെൺകുട്ടിയാണ്, പേര് സിൻസീന. അതാണ് നിന്റെ പ്രശ്നം? അതല്ല എൻ്റെ പ്രശ്നം, അവളുടെ അപ്പനും അമ്മയാണ് എൻ്റെ പ്രശ്നം. ഞങ്ങളിപ്പോൾ ഇഷ്ടത്തിലായിട്ടൊരു 7 മാസമായിട്ടുണ്ട്. എനിക്ക് അവക്കും പള്ളിന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇപ്പം അവളുടെ അപ്പൻ
അവളിൽ പണച്ചാക്കൊണ്ട് മാത്രം കെട്ടിക്കലും പറഞ്ഞുകൊണ്ട് ആമസോണിട്ട് വെച്ചേക്കാം. ആമസോണാ മാട്രിമണിയാണോ കഴുതി ഉദ്ദേശിച്ചത്? അത് തന്നെ, ഫലത്തിലെല്ലാം ഒന്നാണല്ലോ. അതില് സാധനങ്ങള്, ഇതില് മനുഷ്യൻ. തേജു ഇപ്പൊ തത്വമൊക്കെ പറയുന്നത് പറഞ്ഞു പോകോളിയാ. അവളുടെ അപ്പഴാണെങ്കിൽ ഏക്കറണക്കിന് മറ്റേ കുരുമുളക് ഇലയൊക്കെ ഉള്ള ഇച്ചിരി വലിയ ടീമാണ്. അപ്പോഴാണ് ഒരു ജോലിയും കൂലില്ലാതെ ഞാനിവിടെ. എടാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതൊരു ടൈമാണ്. അത് വന്നാൽ എല്ലാം സെറ്റാവും. എനിക്കല്ല വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നിനക്ക് എൻ്റെ കഥ അറിയോ? ഞാൻ കോളേജിൽ അവളെ കാണാൻ ചെല്ലുമ്പോൾ അവളും കൂട്ടുകാരും കൂടെ വരാറ്. ഒറ്റയ്ക്ക് വരില്ല. കൂട്ടുകാർ ഒരിത്തിരി തൻ്റെ ഇടയായിരുന്നു. ആരെങ്കിലും അവൾ ഒറ്റയ്ക്ക് കണ്ടാൽ മോശം പറയുമെന്ന് വിചാരിച്ച് എല്ലായിടത്തും കൂട്ടുകാരെയും കൊണ്ട് വരാറ്. ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരി, കറങ്ങാൻ പോകുമ്പോൾ കൂട്ടുകാരി, എന്തിന് സിനിമക്ക് പോകുമ്പോൾ പോലും കൂട്ടുകാരി വരും. അതാണ് ചേച്ചി, അവൾ നല്ല അടക്കതുള്ള കുട്ടിയാണ്. അല്ലാണ്ട് നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാൻ അവൾ നിൽക്കുന്നില്ല. അങ്ങനെ പതുക്കെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞ് കുറേ വഴക്കായി. അവസാനം ഒരു ദിവസം എന്നെ കിട്ടിയ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും എന്ന് പറഞ്ഞ് അവൾ എന്നെ ഇട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ അങ്ങ് പോയി. അതുവരെ അവളുടെ കൂടെ എന്തിനും കൂട്ടുന്ന ഈ പറഞ്ഞ അടക്കവും ഒതുക്കവും കാര്യമായിട്ടില്ലാത്ത കൂട്ടുകാരിയാണ് പിന്നീട് എൻ്റെ ഭാര്യയായതും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാകാൻ പോകുന്നതുമായ നിന്റെ ചേച്ചി ജോ. ഞെട്ടണ്ട, മുഴുവൻ കേക്ക്. പോയവള് നാട്ടുകാരുടെ പ്രദൂഷണം മേടിച്ചിട്ടൊന്നുമല്ല ഒറ്റക്ക് വരാതിരുന്നത്. അവരുടെ യഥാർത്ഥ കാമുകം വേറൊരുത്തരുണ്ട്, ഒരു കോടീശ്വരൻ. അവനെങ്ങാനും കണ്ടാലൊന്ന് മേടിച്ചിട്ടായിരുന്നു. അയ്യേ, എന്നിട്ട് അവളവനെ തന്നെ കിട്ടുകയും ചെയ്തു. ഞങ്ങള് ഇണക്കവും പിണക്കവും അടിയും ഇടിയൊക്കെ ആയിട്ട് അവൾ പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. മറ്റവള് അവൾ ആഗ്രഹിച്ച പോലെ ഡിവോഴ്സും കേസും കൂട്ടുമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇതാണ് മോനെ ലൈഫ്. നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല, ചിലപ്പോൾ അതിനപ്പുറം സംഭവിക്കാം. അതൊക്കെ നമ്മുടെ നല്ലതിനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ടൈമാണല്ലോ. അതിന്റെ ലവ് സ്റ്റോറി ഇത്രയും ഡിസ്റ്റന്റ് ആവും ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. അൺപ്രഡിക്റ്റബിൾ. പക്ഷെ ചേച്ചിയല്ലേ, അതിരിക്കട്ടെ. ശാലിനി ഈ പറയുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്താണ് പ്രശസ്തി എന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ പൊട്ടൻ ജോയി, നീയും അവളെ ഒന്നിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കും. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കഥ എക്സാമ്പിളായിട്ട് അങ്ങോട്ട് ഒലത്തിയത്. അല്ല, അപ്പം ഞാൻ തൊട്ടേണ്ടേ? നിന്നെക്കൊണ്ട് കഴിയുന്നൊക്കെ ചെയ്യണം. നമ്മുടെ പേഴ്സണൽ ലൈഫ് സക്സസ് അല്ലെങ്കിൽ ലൈഫിൽ ഒരു കാര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അതിന് നിനക്ക് അതൊരു ജോലി വേണം, അത് മുഖ്യം. അതുണ്ടെങ്കിലേ അറ്റ്ലീസ്റ്റ് നിനക്ക് അവളുടെ വീട്ടിൽ പോയി ചോദിക്കാനുള്ള പവറെങ്കിലും കിട്ടും. ഞാനതെന്നാ കണക്കപ്പോൾ നമ്മുടെ വീട്ടിലൊന്നില്ലേ, അപ്പോൾ നൈസായിട്ടൊന്ന് പറയാനിരുന്നായിരുന്നു. സാഹചര്യം ഒത്തുന്നില്ല. പക്ഷെ നിതീച്ചിക്കറിയാം, ഞാൻ നൈസായിട്ടൊരു കൂട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇത് പറഞ്ഞാൽ മതിയായിരുന്നു അയാളോട്. എന്നിട്ട് നീ എന്തത് എന്നോട് പറയായിരുന്നത്? അത് ഞാൻ മറന്നു കളിയാ. അത് സാരമില്ല, അതിനൊന്നും വിളിച്ചു ചോദിക്കി എന്താണെന്ന് അറിയാനായിട്ട്. ആ ബെസ്റ്റ്. ഇപ്പം വിളിച്ച ആരോടത്തിരിക്കാനായിട്ടാണ്? മാത്രമല്ല പുള്ളിക്കാരത്തി മൂപ്പരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മൂഞ്ചിയില്ലേ? അപ്പം എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ആലോചിച്ച് നിന്നിട്ടൊരു കാര്യമില്ല. നമുക്കേ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. പോയിട്ടുണ്ട് പൈസയുടെ കാര്യം പറഞ്ഞു നോക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? അടിപൊളി സെറ്റ്. അതിനെ കൊണ്ട് ആദ്യം ഉപകാരമാണ് ജീവിതത്തിൽ. സാധാരണ അളിയന്മാരൊക്കെ ഉപദ്രവം മാത്രം ഉണ്ടാക്കാറുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ വാ. എടാ എന്തിന്റെ പാടുന്നു? പിടി. ഇപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ച്. എന്തിനാ ചേച്ചി വിളിക്കണേ? ഒരു കാര്യം കൂടി. ഹലോ, ആ ജോമോളെ, ഒരേ അത്യാവശ്യം വരാൻ പറയാൻ വേണ്ടി വിളിച്ചതാ. ഒരുപാട് നേരം നിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. നിന്റെ ആങ്ങളില്ലേ പരമാർ ജോയി, അവര് നേരിട്ടിടയിലായി. അയ്യോ, ചീത്ത പറഞ്ഞ വയറ്റി കിടക്കുന്ന കൊച്ചു കേൾക്കും. അവനെ ഏതൊരു പണക്കാരി പെണ്ണിനെ വളർത്തി വെച്ചിരിക്കുക, കള്ള പന്നി. എന്നിട്ടിപ്പേ ജോലി വേണമെന്ന് പറഞ്ഞ കിടന്ന് മോങ്ങട്. അത് ഞാനും ചോദിച്ചു. എന്ത് ഡയലോഗ് കൂടിയായിരുന്നു അവൻ. ഒരുപാട് നേരം നിന്നെ കൂടി പിടിച്ചു നിർത്താൻ പറ്റുന്നത്. അതാ കൈയോടെ ഇപ്പൊ തന്നെ വിളിച്ചത് നിന്നെ. ബാക്കി ഞാൻ വന്നിട്ട് പറയാം. റിസൾട്ട് ഞാൻ മേടിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഓക്കെ, ശരിയെന്നാ. ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ എന്ത് ആശ്വാസം.
സോറി ജോയ്മോനെ. തിണ്ടില്ലേ ആ വാ. വാ കേട്ടോ. അപ്പം ആ ബന്ധം അങ്ങോട്ട് ഉറപ്പിക്കാമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. മോനോട് അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വഴിക്കൊന്ന് കയറിയത്. അത് നന്നായി. പിന്നെ വല്യച്ഛ, ഈ അഭിപ്രായം തീരുമാനവും രണ്ടാണ്. പാർവതിൻ്റെ അനിയത്തിയെ പോലെയാണ്. അവൾക്കൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ അത് നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പോരെ? അവളോട് ചോദിച്ചോ? അവൾക്ക് എന്ത് ഇഷ്ടക്കുറവുണ്ടാവാൻ? അവൾക്ക് സമ്മതമാണല്ലോ. അത് വേണ്ട വല്യച്ഛ. അവൾ ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അവൾക്ക് ഇതിനൊട്ടും താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് അവൾ ഇതിന് സമ്മതിച്ചത്. അവൾക്ക് PG കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അത് കഴിഞ്ഞിട്ടൊക്കെ പോരെ കല്യാണം. അങ്ങനെ വേണ്ടെന്ന് പറയാൻ? അല്ല മോളെ, ഇത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ പോരെ? ഇവിടെ വെള്ള ശബ്ദവും പൊങ്ങും. വാമൂടി കിട്ടിയതിൻ്റെ ശാപം ഒരുപാട് മേടിച്ചിട്ടുള്ളതല്ലേ. ഇനിയെങ്കിലും കുറച്ച് കുറയ്ക്കുക. ഇതാരൊക്കെയാ? ഇത് എൻ്റെ വെല്ലച്ചനാട്ടോ. എന്നാ ഞാൻ പിന്നെ പോയിട്ട് വരാം മോനെ. വെല്ലച്ചൻ വിളിക്കുക, കുഴപ്പമില്ല. ഇവരെ പ്രത്യേകം മാറിയിരുന്നോളൂ. നിത്യ, ഇവിടെ ഒന്ന് അകത്തേക്ക്. നിങ്ങളകത്തേക്കില്ല, ഞങ്ങൾ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരവർ. അതിരിക്കട്ടെ, ഭാര്യ പറയുന്നത് ശിരസ വഹിക്കുന്നതാണോ വെല്ലച്ചൻ എന്നിൽ കണ്ട മാറ്റം? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല സിദ്ധു. നിത്യമോള് വന്നു കയറിയ പെണ്ണല്ലേ, അവൾക്ക് നമ്മളെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ലല്ലോ. പിന്നെ എന്തിനാടാ അവരുടെ അഭിപ്രായം? ഇതെന്തുകൊണ്ടാരും പറയേണ്ടതൊന്നുമില്ല. വലിഞ്ഞേറി വന്നു. ആര്? നമ്മളോ? നമ്മളല്ല, ചേച്ചി. കുട്ടികളല്ലേ, അടിക്കട്ടെ. അവർക്ക് ഈ പ്രായത്തിലും അവസ്ഥയിലും ഒക്കെ പല ചിന്തകളായിരിക്കും. എന്ന് വെച്ച് ഭാവിയെക്കുറിച്ച് കുറച്ചൊക്കെ ഉൾക്കാഴ്ച വേണ്ടേ? നമ്മുടെ പാർവതി മോളുടെ പ്രായമല്ലേ സുനിലിൻ്റെ മോള് മീനാക്ഷിക്ക്. ഇതേ മാസം അവൾക്ക് 8 ആ ഇവിടെ സെയിം പിച്ച്. അതേ അവിടേക്ക് ഒരു ഓൾഡ് മാൻ. അത് ഏട്ടൻ്റെ ഒരു വല്യച്ഛനാടാ. കുടുംബത്തിലൊരു കുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നേക്കുന്നതാ. ഇയാൾക്ക് തന്നെയാണ് പണി. അല്ല അല്ല, ആളുടെ സംസാരത്തിൽ ചേച്ചിനെ മൊത്തം പുച്ഛാണല്ലോ. ചേച്ചിയായിട്ട് ഇഷ്ടമല്ല തോന്നുന്നു ആൾക്ക്. ഇവരൊന്നും ഞാൻ മുമ്പ് കണ്ടിട്ട് കൂടിയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞുള്ള കാര്യമൊക്കെ എനിക്കറിയുള്ളൂ. എന്തോ അച്ഛനെ പറ്റിച്ചതോ വസ്തുവിന്റെ കാര്യമോ അങ്ങനെ എന്തൊക്കെയോ. അതൊക്കെ പോട്ടെ. ജോ എന്ത് പറയണു? സുഖമായിട്ടിരിക്കണോ? കുഴപ്പമൊന്നുമില്ല. കൊറേ വിളിച്ചിട്ട്. ചേച്ചിയുടെ കുറച്ച് ബ്ലഡിന്റെ റിസൾട്ടൊക്കെ മേടിക്കാനായിരുന്നു. അപ്പൊ ഞങ്ങൾ മേടിച്ചിട്ട് വഴിക്ക് ഇവിടെ കയറിയതാ. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. എനിക്ക് തോന്നണത് അവൾക്ക് പെൺകുട്ടിയായിരിക്കും. ചേച്ചിക്ക് തോന്നണ്ട? വീട്ടിലമ്മ തന്നെ പറയണേ. ഇതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണേ എന്തോ. ചായണോ അവിടെ? അത്രയും കട്ടാ. അവളുടെ +2 ഡിഗ്രിയൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് അവിയൽ പരുവായി. ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് പോകണമെന്നായപ്പോൾ നിങ്ങൾക്ക് അവളെ കെട്ടിക്കണം. ഇതിനിടയിൽ ശ്വാസം വിടാനൊരു ഗ്യാപ്പ് കൊടുക്ക്. ചേച്ചി നേരത്തെ കഷ്ടപ്പെട്ട് നോക്കിയിരിക്കണേ. അവിടെ നോക്കൂടെ? അയാൾക്ക് മറ്റേ കൊറോണ ഒന്നുമില്ലല്ലോ. ഒന്ന് പോടാ. എന്നെ അവിടെ ആർക്കും ഇഷ്ടമല്ലായിരിക്കും. പിന്നെ അവിടെ പോയി നിന്നിട്ട് എന്തിനാ? അല്ലെങ്കിൽ ഇനി അതിനും കൂടെ ഇനി ഏട്ടൻ കേൾക്കാത്തുള്ളൂ. കാക്ഷി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിങ്ങളോടൊക്കെ എന്തോ പുച്ഛം മനസ്സിലായിക്കൊള്ളു പോലെ തോന്നിയായിരുന്നു. അല്ലെങ്കിൽ ഇതുപോലുള്ള ഐറ്റംസ് എല്ലായിടത്തും കാണും. ഇവൻ്റെ വീട്ടിലുണ്ടോ? അതെ, എവിടെയാണ്? എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തപ്പോൾ മോനെ ഞാനൊന്നും അറിയിക്കാൻ വന്നെന്നുള്ളൂ. ഞാനും കുറേ എടുത്തോണ്ട് നടന്നിട്ടുണ്ട് ചെറുപ്പത്തിൽ. മോനത് ഓർമ്മ കാണുമെന്ന് അറിയില്ല. മറന്നാലല്ലേ വല്യച്ഛ ഓർക്കേണ്ട കാര്യമുള്ളൂ. ഞാനിവിടെ വന്ന പിന്നെ എനിക്കിതൊരു സമയം കിട്ടിയിട്ടില്ല. എങ്കിലും ഞാൻ ഓർക്കാറുണ്ട്. 10-26 കൊല്ലം അച്ഛനമ്മയായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നല്ലോ. അതിനിടയിൽ പല പരീക്ഷയിലും ഞാൻ വിജയിച്ചിട്ടുണ്ട്. പല വിശേഷ ദിവസങ്ങളും കടന്നു പോയിട്ടുമുണ്ട്. എന്നാലും എന്തെങ്കിലും അടുത്താത്ത സംഭവിച്ചാൽ കൂട്ടം കൂടിയെന്ന് ആക്ഷേപിക്കാനും അച്ഛനെ പറ്റിച്ച് വസ്തു തൊട്ടാണോ അല്ലാണ്ട് തറവാട്ടിൽ നിന്നാരും വീട്ടിലേക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞു പോയതല്ലേ മോനെ.
തെറ്റിദ്ധാരണകൾ. തെറ്റിദ്ധാരണകളാണ്. 10-40 അംഗങ്ങളുള്ള കുടുംബത്തിൽ 1-2 പേർക്ക് ബോധിക്കാത്ത കല്യാണം ആയതുകൊണ്ട് എൻ്റെ അച്ഛനമ്മയും നിങ്ങൾക്കൊക്കെ ധിക്കാരികളായി. അവർക്ക് ജനിച്ച് ഞാൻ ഗുണം പിടിക്കാതിരിക്കാൻ നിങ്ങളെല്ലാവരും പലതും ചെയ്തു നോക്കി. അത് പക്ഷേ തെറ്റിദ്ധാരണയായി. ഈ ഒരു മാറ്റം നിങ്ങളാരും പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലേ? നീ ഇത് എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്താണ്? കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടി വരും വില്ലച്ച. ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥ വെച്ച് കുറച്ചൊന്നുമല്ല നിങ്ങളൊക്കെ എന്നെ എൻ്റെ അമ്മയൊക്കെ കളിയാക്കി രസിച്ചിട്ടുള്ളത്. അന്നത്തെ ദാരിദ്ര്യം കുറഞ്ഞപ്പോൾ തെളിഞ്ഞു വന്നതായിരിക്കും വില്ലച്ചൻ കുറച്ചു മുമ്പ് പറഞ്ഞ തഴമ്പ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വലിയ സർവപ്രതാപിയായില്ലേ. ഞങ്ങളുടെ അഭിപ്രായങ്ങളും സ്വരങ്ങളും ഒന്നും ഇപ്പോ നിനക്ക് ബോധിക്കുന്നുണ്ടാവില്ല അല്ലേ? സംസാരിക്കാൻ നീയാണെങ്കിലും അതിന്റെ സ്വരം നിന്റെ ഭാര്യയുടേതായിരിക്കും അല്ലേ? നീയേ അവള് പറയുന്നതും കേട്ടേ ചോദിക്കുന്നതിനെല്ലാം തലയും കൊലിച്ച് ഇവിടെ അങ്ങ് ജീവിച്ചോ. നോക്കിക്കോ, ഇങ്ങനെയാണെങ്കിലേ അവളതിന്റെ കുടുംബം നശിപ്പിക്കും. തലയ്ക്ക് മീത് വളർന്നു വന്നേ വെട്ടാതിരുന്നിട്ടില്ലേ, അടക്കി നിർത്താൻ നോക്കിക്കോ. പാർവതി മോളുടെ കല്യാണാലോചന വേണ്ടെന്ന് തറപ്പിച്ചേ അവളെ എൻ്റെ മുഖത്ത് നോക്കിയാ പറഞ്ഞത്. അവളാരാണ് എന്നോട് ഇതൊക്കെ പറയാൻ? അഹങ്കാരി. നിനക്ക് പോലും കണ്ടിട്ടില്ലല്ലോ ഈ ധൈര്യം. എനിക്കില്ലാത്ത ധൈര്യം അവൾക്കുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? പിന്നെ ഇവളുടെ സ്ഥിതി ഇതാണെങ്കിൽ പാർവതിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ. പിന്നെ ഇന്നലെ വിളിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങളൂടെ അവൾ പറഞ്ഞു. ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ വചനങ്ങളും കുറ്റങ്ങളായിരിക്കും, അല്ലാതെ വേറെന്താവാൻ? അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ച ചെക്കൻ ഏതോ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിരുന്നെന്നും കുടുംബക്കാർക്ക് അത്യാവശ്യം വലിയ ഹോൾഡുള്ളതുകൊണ്ട് ഊരിപ്പോകുന്നതാണെന്നാ കേട്ടത്. അവരൊക്കെ പേര് കേട്ട വലിയ പാരമ്പര്യമുള്ള കുടുംബക്കാരാ. അങ്ങനെയുള്ളവർക്കെതിരെ അപവാദം പറഞ്ഞു പരത്താനാണോ പ്രയാസം? അത് സാധാരണമാണ്. അവൾക്ക് എന്തുകൊണ്ട് യോജിക്കുന്നതാണ് പയ്യൻ, അല്ലാത്തത് ആലോചിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ അവരോട് അസൂയുള്ള ചില നികൃഷ്ടരുടെ പണിയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? ഈ പറഞ്ഞ പയ്യനെ വെച്ച് നോക്കുകയാണെങ്കിൽ അളിനാട്ട ഭേദം. അതിന്റെ തലയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞ സെയിം ഡയലോഗ് ആ പാലാക്കാരുടെ വീട്ടിൽ പോയിട്ട് ഞാനും പറയും. അളി സൂപ്പർ അടിപൊളിയല്ലേ? ചുമറിഞ്ഞാ ചുമറിഞ്ഞ ചാടിക്കട്ടാ. ഒന്നും കാണാതെ നമ്മളിങ്ങനെ ഒരു ആലോചന മുന്നോട്ട് വെക്കില്ലല്ലോ. നമ്മുടെ കുട്ടിക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ആപത്ത് വരുത്തി വയ്ക്കൂ. നമ്മളിത് നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നിട്ടാണ് നിന്റെ ഭാര്യ ഒരു ദാക്ഷിണ്യമില്ലാതെ അത് വേണ്ട എന്നോട് തർപ്പിച്ചു പറഞ്ഞു. ഇത് ഏട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള ശ്രമമാണ്. അവൾക്കൊട്ടും താല്പര്യമില്ല അതിന്. ഇന്നലെ വിളിച്ചിട്ട് കരച്ചിലായിരുന്നു. അവൾ ആകെ കൂടെ വല്ലപ്പോഴും സംസാരിക്കുന്നത് എന്നോടാ. ചേച്ചി വിഷമിക്കാണ്ടിരിക്കും. ഇവർക്കൊന്നും ഉണ്ടല്ല ഇവിടേക്ക് ബുദ്ധി ഉദിച്ചിട്ടില്ല, അതാണ്. സിദ്ധാർത്ഥ് ബ്രോ എന്തായിരിക്കും പറയാൻ പോകുന്നതാവോ? ചേച്ചിക്കൊന്നും അവിടെ പോയി നിൽക്കാറുന്നില്ലേ? നിൽക്കാതെ തന്നെ ഇങ്ങനെയാ പറയണേ. ഞാൻ എന്തിനാ വെറുതെ? ഞാൻ ഇനി അങ്ങോട്ടില്ല. നിത്യ ആ? ഒന്നിങ്ങോട്ട് വരാമോ? ഇന്നലെ പാർവതി വിളിച്ചതിന് ശേഷം നമ്മളോട് തീരുമാനം എടുത്തിരുന്നു. അതൊന്ന് വിളിച്ചനോട് പറഞ്ഞേക്ക്. ഉം. അത് പിന്നെ വിളിച്ച അവക്ക് ഇഷ്ടമില്ലാണ്ട് ഈ കല്യാണം നടക്കില്ല. ഈ ആലോചന മുമ്പോട്ട് പോകില്ല. അവക്ക് ഞങ്ങളല്ലാതെ വേറെ ആരില്ല പറയാൻ. അവളുടെ സമ്മതമില്ലാതെ ഈ കല്യാണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നടക്കില്ല. അവൾ ഞങ്ങളോട് ഇത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കേൾക്കാതെ വേറെ വഴിയില്ല. അവളുടെ കൂടെ വേറെ ആരും നിൽക്കില്ല. കേട്ടല്ലോ വില്ലേച്ച, അത്രേ ഉള്ളൂ. നമുക്ക് വേറെ നോക്കാന്നേ. അവള് പറയട്ടെ അല്ലേ? പിന്നെ ഉപദ്രവിച്ചും നിർബന്ധിച്ചുമൊക്കെ ഇത് നടത്താനുള്ള പുറപ്പാടാണെങ്കിൽ ഈ വീട്ടിൽ 4 മുറികളുണ്ട്. ഞങ്ങൾക്കൊരു മുറി മതി. ഇയാളോട് മിച്ചറും കയറ്റിക്കൊണ്ടിരുന്നോ? അവിടെ കണക്കബിളുണ്ടല്ല, ആ കിളവെടുത്തി കൊണ്ട് മാസടിക്കുകയാണ്. സാറേ നമ്മളിതിലില്ല. അത് കഴിഞ്ഞ് പുള്ളി വരട്ടെ, സംസാരിക്കാം. സംസാരിച്ചാൽ മതി.
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പൊ നമുക്ക് കാണാം. നന്നായി വരട്ടെട്ടാ. കണ്ടോ, ഇനി നൈസായിട്ട് പുള്ളിനോട് കാര്യങ്ങൾ പറയാം. കൂടുതൽ വളച്ചിട്ടൊന്നും വേണ്ട, അത് തന്നെ നല്ലത്. ഇയാൾക്ക് ഫിനാൻഷ്യലൊക്കെ നിർത്തിയിട്ട് വല്ല മാരേജ് ബ്യൂറോ തുടങ്ങിയ പോലെ ആയിരുന്നാ നല്ല സക്സസ് ആയനെ. കണ്ട നല്ല പാറ പോലെ ഉറച്ച കിളവനുണ്ടല്ല, ചുമ്മാ പുഷ്പം പോലെ നൈസായിട്ട് ഓടിച്ചത്. എന്തുകൊണ്ടും നമ്മുടെ കാര്യം പറയാൻ പറ്റിയ അന്തരീക്ഷം. ശരിയാ. അല്ലെങ്കിൽ ഒന്ന് തുടങ്ങിയിട്ട് ബാക്കി ഞാൻ ഏറ്റു.